നമ്മൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് ബാലേട്ടൻ വർക്ക് ചെയ്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ബാലേട്ടൻ യാദൃശ്യമായിട്ടാണോ നടനായത്, ക്യാമറക്ക് മുമ്പിലെത്തിയത്? അത് രാജീവ് അഞ്ചൽ എന്ന് പറഞ്ഞിട്ടേ നേരത്തെ സുഹൃത്താണ് അദ്ദേഹം. ഞാനിങ്ങനെ കേശാവസൂരത്ത് ഒരു കല്യാണ മണ്ഡപത്തിൽ പടം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കക്ഷി എൻ്റർ എന്ന് പറഞ്ഞ ഒരാൾ അന്വേഷിച്ചിരിക്കുന്നു, രാജീവ് പേരാണ്. അപ്പോൾ ഞാൻ മോളിൽ കയറി വന്നു എൻ്റെ അച്ഛനെ ഏൽപ്പിച്ചിട്ട്. അപ്പോൾ രാജീവനും അപ്പോൾ അവിടെ നിൽപ്പുണ്ട്. എന്ത് അപ്പം വർഗീസ് സാറെന്ന് പറഞ്ഞൊരു ഇത് വർഗീസ് സാറ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയാണ്, നമുക്ക് ഒരു സ്ഥലം വരെ പോകണം, ബാലേട്ട് ഒരു ക്യാമറ എടുത്തോ, ഒരു ഷർട്ടും മുണ്ടും എന്താണെന്ന് വെച്ചാൽ എടുത്തോ, നമുക്ക് ഇന്ന് വൈകുന്നേരം പോവാം. അങ്ങനെ രാജീവിൻ്റെ അടുത്ത് പോയാണ്. ആ യാത്ര അവസാനിക്കുന്നത് കുളനട TV-യിലാണ്. അതിൻ്റെ അടുത്ത ദിവസമാണ് ആറന്മുള വള്ളംകളി. അങ്ങനെ ചെന്നു താമസിച്ചു. അപ്പോൾ രാജീവ് ഈ ഷൂട്ടിങ്ങിൻ്റെ പല കാര്യങ്ങൾക്ക് ഞാൻ വിചാരിച്ചു തന്നെ സ്റ്റില്ലെടുക്കാനാണ് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റില്ലെടുത്ത് ഞാൻ കുറച്ച്. പിറ്റേന്ന് രാവിലെ മൺമണി ചാമക്കാവെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാക്കോത്തിക്കാവ് ഷൂട്ട് ചെയ്ത മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. അവിടെ പോകുന്നു. സുരാസു, ശ്രീരാമൻ, രാജൻ ബി ദേവ്, കവിയൂർ പൊന്നമ്മ, കുഞ്ഞുണ്ണി മാഷ്. അന്നാണ് കുഞ്ഞുണ്ണി മാഷിനെ ഞാൻ പരിചയപ്പെടുന്നത്. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ബാലേട്ടൻ. അല്ല, അപ്പോഴും അഭിനയിക്കുന്നുള്ള അറിഞ്ഞില്ല. പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞില്ല. അല്ല, അത് നമുക്ക് അറിയണതിന് മുമ്പ് ശ്രീ രാജീവ് അഞ്ചലിലൂടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ആ പടത്തിന്റെ ഡയറക്ടർ. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം. അതിനുശേഷം നമുക്ക് ആ വിവരങ്ങൾ പങ്കുവയ്ക്കാം. ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്ത സംവിധായകൻ ശ്രീ രാജീവ് അഞ്ചൽ. അമ്പാനങ്കിളി. അപ്പം അതിലേക്ക് ബാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമായിരുന്നു. ലൊക്കേഷനിലെത്തിയപ്പോഴും അറിഞ്ഞില്ല ബാലേട്ടൻ അഭിനയിക്കാനാണ്. അതിനു മുമ്പ് നമ്മുടെ 80കളിലെ സിനിമയുണ്ടല്ലോ, 80കളിലെ അരവിന്ദേട്ടൻ്റെ ഒരു പ്രഭാവകാലം മലയാള സിനിമയുടെ. അന്ന് യഥാർത്ഥത്തിൽ അല്ല, ഞാൻ അന്ന് ആദ്യമായിട്ട് വീഡിയോ ക്യാമറ നമ്മുടെ നാട്ടിൽ വരുന്ന കാലമാണ്. അപ്പോൾ സ്മിത പട്ടേലായിരുന്നല്ലോ അതിലെ നായിക, ചിദംബരത്തിൽ. അപ്പം ബാലേട്ടൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയാണ്. അപ്പം ഈ വീഡിയോയും കൂടെ അപ്പം തന്നെ എടുത്തു പോകുന്ന ഒരു അത്ഭുതമാണ്. അന്ന് അത് കവർ ചെയ്യാനായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷേ ബാലേട്ടൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു വലിയ അപ്പോൾ അരുന്നേട്ടനെ പോലെ തന്നെ നമുക്കൊരു ആരാധനയോടെ നോക്കുന്ന ഒരു ഫിസിക്കും അല്ലെങ്കിൽ ആ ഒരു ഇവർ രണ്ടും ഒരുമിച്ചാണ് എപ്പോഴും ഒരുമിച്ച്. തന്നെയല്ലേ ബാലേട്ടൻ്റെ കഥകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ ഒരു സിനിമ കാണുന്നതിനേക്കാൾ കൗതുകത്തോടെയാണ് ആ കാലഘട്ടത്തിനെ ഇവരെയൊക്കെ നോക്കി കണ്ടിരുന്നത്. അപ്പോൾ ആ ആരാധനയോടെ കണ്ടിരുന്ന കാലം ബാലേട്ടനുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ എൻ്റെ കഥാപാത്രം വന്നു. ഞാൻ ആലോചിച്ച് അരവിന്ദേട്ടനൊന്നും ഇതുവരെ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ അഭിനയിപ്പിച്ചില്ല. ഒരുപക്ഷെ കൂടെ നടന്നുകൊണ്ട് ശ്രദ്ധിക്കാത്തതാകാം. പക്ഷേ ആ ഒരു വലിയ ഇതെൻ്റെ മനസ്സിൽ കരുതിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു കൊക്കണം പാണ്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഈ പക്ഷികളെ ഞാൻ അഭിനയിച്ചിട്ടുള്ള പടങ്ങളിൽ ഏറ്റവും നല്ല പടം. ഞാൻ അതിൽ ചിരിക്കുന്നില്ല ഒരിടം. സീരിയസ് ആയിട്ട് 3 പാട്ട് പാടുന്നുണ്ട്. ഞാൻ തന്നെ തമിഴ് പാട്ടൊക്കെയാണ് ഞാൻ തന്നെ പാടി പിന്നെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ അതിൽ ഡബ്ബിങ് എന്നെ പഠിപ്പിക്കുന്നത് ഷാജി കൈലാസാണ്. ഷാജി കൈലാസ് ഇതിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അപ്പോൾ ഷാജി കൈലാസ് ഇങ്ങനെ ഡബ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞ ആരെങ്കിലും കൊണ്ട് രാജീവ് അത് ബാലേട്ടൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ ചിത്രാഞ്ജലി റോക്ക് ആൻഡ് റോൾ സിസ്റ്റത്തിൽ ഞാൻ ആദ്യമൊക്കെ ഡബ് ചെയ്ത് ശരിയായില്ല. അപ്പോൾ ഷാജി വന്ന് പറഞ്ഞത് ഇങ്ങനെ നമ്പർ വരും, ലിപ്പ് വരുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ പടം മുഴുക്ക ഡബ് ചെയ്ത് 3 പാട്ട് 2 വരിയൊക്കെ ഉള്ളൂ ചെയ്യുന്ന ഒരു അതിമനോഹരമായ പടമായിരുന്നു. ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എനിക്കൊരു വലിയൊരു അതിനു മുമ്പ് ഒരു കാര്യം അറിയണം. ഇപ്പം ഞങ്ങൾക്ക് അറിയാൻ കൗതുകമുള്ളൊരു കാര്യം, ബാലേട്ടൻ പറഞ്ഞു സ്റ്റിൽ എടുക്കാനാണ് വിചാരിച്ചിട്ടാണ് അവിടെ വരുന്നതെന്ന് പറഞ്ഞു. ലൊക്കേഷനിൽ എത്തുന്നവരെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അഭിനയിക്കാൻ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അതുകൊണ്ടോ പറയാറില്ലേ? അത് ശരി. കിളിമാനൂർ പാലസിൽ ചെന്നിട്ടാണ് പറഞ്ഞത് ബാലേട്ടൻ ആ കൈയില്ലാത്ത കായ് മുണ്ട് കൊടുത്ത് ഇങ്ങനെ. ആ പടത്തിലെ മെയിൻ റോള് ബാലേട്ടൻ, ഹീറോ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ നന്നായിട്ട് ചെയ്തു. ബാലേട്ടൻ അങ്ങ് അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു. ക്യാമറയുടെ പുറകിൽ തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി.
അപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ച് എനിക്ക് തോന്നുന്നു ആ സിനിമ റിലീസായില്ല അല്ലേ? റിലീസാകാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ നമ്മൾ ഈ അന്ന് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാനൽ തുടങ്ങിയ സമയമാണ്. അപ്പോൾ അത് ദൂരദർശനിൽ അന്ന് പിന്നെ ഡയറക്റ്റ് റിലീസിംഗ് ഉണ്ട്. അപ്പോൾ അവർ 1 മണിക്കൂർ മതി സിനിമ. അതിനു വേണ്ടി എടുത്ത കുട്ടികളുടെ സിനിമയായിരുന്നു, അങ്ങനെ ടെലി സിനിമയായിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടോ അത് പിന്നെ അവാർഡിനൊക്കെ അയച്ചു. അത് കുറച്ച് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പടം നല്ല അംഗീകാരവും കാര്യങ്ങളുണ്ട്. പക്ഷേ റിലീസ് ചെയ്യാൻ 1 മണിക്കൂറേ ഉള്ളൂ. തിയേറ്ററിൽ റിലീസ് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് അത് റിലീസ് ചെയ്യാതെ പോയത്. അല്ല, അറിഞ്ഞറിയാതെ ആ സിനിമയായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് ഷൂട്ട് ചെയ്ത അതേ ലൊക്കേഷനിലാണ് കാക്കോത്തിക്കാവ് ഷൂട്ട് ചെയ്തത്. പിന്നെ ബാലേട്ടൻ കാക്കോത്തിക്കാവിൽ അഭിനയിച്ചു. വളരെ മാറിപ്പോയി, ആ സ്ഥലങ്ങളൊക്കെ മാറിപ്പോയി. ക്യാമറ എവിടെ വെച്ചാലും വീടുകളൊക്കെ വന്നു. അതെ, അന്ന് ആ കാവൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ആ സിനിമയിൽ അഭിനയിച്ച പയ്യനുണ്ടായിരുന്നു, മുരളി എന്ന് പറഞ്ഞ എൻ്റെ കഥാപാത്രം കിരൺ. മുരളി എന്ന് പറഞ്ഞ കാക്കോത്തിക്കാവിലെ ക്യാരക്ടർ ചെയ്ത പയ്യൻ. അപ്പോൾ അത് എനിക്ക് കാവേരി എന്ന് പറഞ്ഞ കുട്ടി അതിലാണ് ഫസ്റ്റ് അഭിനയിക്കുന്നത്. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കണക്ഷൻ എനിക്ക് ആ സിനിമ അന്ന് അറിയാമായിരുന്നു ജസ്റ്റ്. അപ്പോൾ ബാലേട്ടൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വന്ന് നിന്നപ്പോൾ എന്തായിരുന്നു ബാലേട്ടൻ? ശരിക്കും എനിക്ക് ഇത്തിരി ഭയപ്പാടുണ്ടായിരുന്നു. ഞാൻ 90ഓളം പടങ്ങൾ സ്റ്റില്ല് വർക്ക് ചെയ്തതിന് ശേഷം, 88 പടങ്ങൾ സ്റ്റില്ല് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ രാജീവൻ്റെ അടുത്ത് ഇങ്ങനെ രഹസ്യമായിട്ട് പറഞ്ഞു, എനിക്കൊരു ചെറിയ ഒരു വിറയലുണ്ട്. അപ്പോൾ പറഞ്ഞ് അവർക്ക് ഉച്ചയ്ക്ക് വേല് ബാലേട്ടൻ്റെ എടുക്കാം. അങ്ങനെ കുറച്ചു നേരം കണ്ടു മനസ്സിലാക്കി. പിന്നെ ഉച്ചയ്ക്ക് വേല ചെയ്തത്. അപ്പോൾ ഒറ്റ പക്ഷേ ടേക്ക് ഓക്കെ ആയിരുന്നു. അതുപോലെ തന്നെ മുട്ടയൊക്കെ 10 മുട്ട ഇങ്ങനെ കുടിക്കുന്ന സമയം പച്ച മുട്ട കുടിക്കും അദ്ദേഹം. പല്ലിൽ തട്ടി ഇങ്ങനെ. ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആ ഷോട്ട് ഇങ്ങനെ. അപ്പം നോക്കിയപ്പോൾ ഒരു 10 മുട്ട നമ്മൾ വെച്ച് ഒരേ ടേക്കിൽ ഇദ്ദേഹം ചെയ്തു. അവിടെ ഞങ്ങൾ വിഷമിച്ചു പോയി. അപ്പോൾ കുഴപ്പമില്ല, വയറിനൊന്നും ഒരു പ്രശ്നമില്ല പച്ചമുട്ട പിടിച്ചിട്ട്. എനിക്കാണ് അമ്മാനങ്കിളി കഴിഞ്ഞിട്ട് പിന്നെ കാക്കോത്തിക്കാവിൽ ബാലേട്ടൻ അഭിനയിച്ചു, ഒരു സീനിൽ അഭിനയിച്ചു. അന്ന് ഇതേപോലെ ഈ ഒരു വീടിന് ചുറ്റും ഇങ്ങനെ എക്സർസൈസ് ചെയ്തപ്പോൾ രേവതി വന്ന് പുറത്ത് നിൽക്കുന്ന അങ്ങനെ ഒരു സീനാണ്. അപ്പോൾ അത് ഡബ് ചെയ്യാനായിട്ട് അമ്മാനങ്കിളിയിൽ ഡബ് ചെയ്തതെന്ന് പറഞ്ഞു. ബാലേട്ടൻ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് അന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷെ ബാലേട്ടൻ്റെ ശരീരത്തിൻ്റെ അത്രയും ശരീരം പോരാ, ശബ്ദത്തിന് ആ ഗൗരവമില്ല എന്ന് പറഞ്ഞിട്ട് അത് ഡബ് ചെയ്താരെന്ന് അറിയോ? നമ്മുടെ സിദ്ദിഖ് ലാലിലെ ലാലാണ്. അല്ലല്ല ലാല് പിന്നെ ലാലിന്റെ ശബ്ദമുള്ളൂ അപ്പോൾ എനിക്കുള്ള ലാലെന്ന സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. ലാൽ ആദ്യമായിട്ട് ഒരു ശബ്ദം കൊടുക്കുന്നത് ബാലേട്ടന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ മറ്റ് പടങ്ങൾ ഓർക്കാപ്പുറത്തിൽ ശബ്ദം കൊടുത്തിരിക്കുന്ന ബിജു പിന്നെ ഞാൻ കണ്ട ഏറ്റവും രസകരമായ, ഞാൻ പലയിടത്തും കോട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ബാലേട്ടന് ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുടെ മാസ്റ്ററാണ്. അന്ന് സമയത്ത് സിനിമകളിൽ ഈ സ്റ്റിൽസ് കിട്ടിയാലേ നമുക്ക് അന്ന് പ്രൊമോഷന് പറ്റുള്ളൂ. പക്ഷെ ബാലേട്ടൻ അതായത് ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് എല്ലാ പടങ്ങളും എടുക്കും. എന്നിട്ട് പിന്നെ ഷൂട്ടിംഗ് പാക്കപ്പ് ആയി കഴിഞ്ഞാൽ ബാലേട്ടൻ്റെ വീട്ടിൽ തന്നെയാണ് ലാബൊക്കെ, അപ്പോൾ പിന്നെ പൗടിക്കോണത്ത്. അപ്പോൾ അവിടെ ചെല്ലും, പ്രൊഡക്ഷൻ മാനേജരും ഡയറക്ടറും ഒക്കെ ചെല്ലും. ബാലേട്ടനെ കിട്ടത്തില്ല. ബാലേട്ടൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ അതിൻ്റെ രഹസ്യം കണ്ടുപിടിച്ചു. സംഭവം വേറൊന്നുമല്ല, ഈ ഫോട്ടോഗ്രാഫ് ഇത് സ്റ്റിൽ എടുക്കാൻ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്ന ഒരാൾ ഏത് നിമിഷത്തിലാണ്, ഏത് സ്റ്റേജിലാണ് അതിൽ നിന്ന് പിന്മാറുന്നതെന്നുള്ളത് സാധാരണ നമ്മൾ പ്രിന്റ് എടുത്ത് കണ്ടിട്ട് പടം കൊള്ളാം അപ്പോഴാണല്ലോ തൃപ്തി ചെയ്യുന്നത്. പക്ഷെ ബാലേട്ടൻ്റെ നെഗറ്റീവ് വാഷ് ചെയ്യുമ്പോൾ നെഗറ്റീവിൽ തന്നെ അറിയാം ഇതിൻ്റെ നല്ല സ്റ്റില്ലാണോ. അത് എടുത്തതിൻ്റെ അദ്ദേഹത്തിൻ്റെ മിടുക്ക് നെഗറ്റീവിൽ ഇദ്ദേഹം ആസ്വദിക്കും. അദ്ദേഹത്തിന്റെ തൃപ്തിയായി. പിന്നെ പ്രിന്റ് കാണാൻ നമുക്കത് ദോഷമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അന്നത്തെ സ്റ്റിൽസ് കാണുമ്പോൾ, ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലത്തിൽ ബാലേട്ടൻ്റെ സ്റ്റിൽസിന് ഒരു വല്ലാത്തൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. സ്റ്റില്ലിലൂടെയാണല്ലോ സിനിമയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാവും. ഈവൺ എനിക്ക് തോന്നുന്നു അത്തരം സിനിമകളുടെ ഒരു സ്വഭാവം ഉണ്ടാക്കി. സ്വയംവരത്തിന് തന്നെ 15 അടി പൊക്കമുള്ള ശാരദ നമ്മൾ പ്രിന്റ് ചെയ്തു. ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ 15 അടി ബോട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ബാലേട്ടൻ്റെ സ്റ്റിൽസിൻ്റെ പ്രത്യേകത പടത്തിലെ സ്റ്റില്ല് മാത്രമല്ല, ഈ വർക്കിംഗ് സ്റ്റില്ലുകൾ പ്രത്യേകിച്ച് ഒരു ഫിലിം മേക്കറൊക്കെ അരവിന്ദേട്ടനെ അടൂർ സാറിനൊക്കെ വേറെ രീതിയിലേക്ക് കാണുന്നത് ഉണ്ടല്ലേ. ഇതുപോലെ തന്നെ സൂക്ഷിക്കുന്ന വീട്ടിൽ ചെന്നാൽ അറിയാം. വളരെ വളരെ എടുത്തു പറയാം. അതായത് ബാലേട്ടന് ഈ
ഫോറിൻ ലിക്കറിന്റെ ബോട്ടിലുകളുടെ കളക്ഷൻ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട് ബാലേട്ട? 2000 ഇഷ്ടമുണ്ട്. 2000 ബോട്ടിലുകളാണ്. വളരെ റെയർ ആയിട്ടുള്ള ബോട്ടിലുകളുടെ കളക്ഷൻ. പിന്നെ അതുപോലെ തന്നെ കത്തുകൾക്ക് മറുപടിയായി. അതറിയാം, എനിക്കറിയാം. വളരെ പിന്നെ ഒരു പ്രധാനമാണ് ഡയറി എഴുതും. ബാലേട്ടൻ ഡയറി എഴുതാൻ ഭയങ്കര 47 കൊല്ലത്തെ ഡയറി എഴുതും. എനിക്ക് വേണം അതൊക്കെ പ്രസിദ്ധീകരിക്കണം ബാലേട്ടാ. അതൊക്കെ ഒരു വലിയൊരു സംഭവമല്ലേ. അത്രയും വർഷത്തെ അനുഭവം. ഒരുപാട് കൗതുകങ്ങളുണ്ട്. സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. അതെ അതെ. അങ്ങനെ ഒരു പ്രത്യേക ഒരു ജനസിപ്പെട്ട ഒരാളാണ് ബാലേട്ടൻ. നമ്മൾ ഈ അമ്മാനങ്ങളിയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ബാലേട്ടൻ പറഞ്ഞു വന്നു കുഞ്ഞുണ്ണി മാഷ. ഞാൻ ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ ഇപ്പോൾ ബാലേട്ടൻ കോളം ചെയ്യുന്നുണ്ടല്ലേ, ഫോട്ടോസിന്റെ പുറകിൽ അല്ലേ, ഫോട്ടോയ്ക്ക് പിന്നിൽ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ മാതൃഭൂമിയിൽ എഴുതിയിരുന്നത് എനിക്ക് ആ പാട്ട് ഓർമ്മയില്ലാന്ന്. ഈ കഴിഞ്ഞ ഇപ്പൊ ഇറങ്ങിയ ലക്കത്തിൽ മാതൃഭൂമിയിൽ മതിലകത്തുള്ള പാട്ട് ഞാൻ വായിച്ചു, വായനക്കാരുടെ പേജിൽ വായിച്ചു. വായനക്കാരുടെ ആ പാട്ട് മുഴുക്ക ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതുന്ന മാഷ ആദ്യം അവസാനം. അതെ അതെ, അതേ അവസാനം. അത് മാത്രമല്ല അവിടെ വന്ന് ഒരു ദിവസത്തെ മുഴുവൻ ഷൂട്ടിങ്ങും കണ്ട് വലിയ സന്തോഷത്തോടെയാണ് അദ്ദേഹം പോയത്. എനിക്കറിയാം, എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മാഷ്, കുഞ്ഞിന് മാഷ് ഭൂമിക്ക് എന്ന പടത്തിൽ. അപ്പോൾ ഞാൻ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അമ്മാനങ്കിളി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ എന്താ പറയുക, വളരെ റെയറായിട്ടെന്ന് വിചാരിക്കുന്ന ചില സിറ്റുവേഷൻസ്, അതിൽ മഹാന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത്, അതിപ്പോൾ ബാലേട്ടൻ ഇങ്ങനെ ക്യാമറ കുഞ്ഞിൽ എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ ഒരുപാട് മഹാരഥന്മാരുടെ അല്ലേ മുഖം ക്യാമറയിൽ പകർത്തിയിട്ടുള്ള ആളാണ് ബാലേട്ടൻ. ഈ അരവിന്ദേട്ടൻ്റെ കൂടെ എൻ്റെ മനസ്സിലെ ഓർമ്മ മുഴുവൻ അങ്ങനെയാണ്. ഈ അരവിന്ദേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം ആ കാലഘട്ടത്തിൽ സംസാരിക്കത്തോലും ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ വെള്ളയമ്പലത്തെ വീട്ടിൽ ഏത് പാതിരാത്രിക്കും ചെന്ന് അടുക്കളയിൽ കയറി ആഹാരം എടുത്ത് കഴിക്കുന്ന ആ സ്വാതന്ത്ര്യമുള്ള ഏക, അത് ചിലപ്പം മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും അദ്ദേഹം ബാലേട്ടനെ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും, പക്ഷെ അപ്പോഴും സഹിക്കും. അത്ര ഒരു ഭയങ്കര സ്നേഹം, ഭയങ്കര ഒരു. അത് എങ്ങനെയാണ് സൗഹൃദം തുടങ്ങുന്നത്? ഫൈനാൻസിൽ ഉള്ള ബന്ധമുണ്ടാവും? ഇല്ലില്ല, ഇത് സ്വയംവരത്തിന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ അന്നൊരു ഇത് വെച്ചു. ഈ സാധാരണ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന അന്ന് എസ് എ നായരും പി എൻ മേനോനും കുര്യൻ വർണ്ണശാലയൊക്കെയാണ് ചെയ്യുന്നത്. അത് വേണ്ട ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചെയ്യുക. അപ്പോൾ അരവിന്ദേട്ടനും ഉണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനെ ഈ പോസ്റ്റർ വരയ്ക്കാൻ വന്ന് ഇരിക്കുമ്പോൾ നമ്മൾ ഈ കട്ടൻ തേയില ഇട്ടുകൊണ്ട് കൊടുക്കും. അങ്ങനെ പരിചയപ്പെട്ടാണ് സ്വയംവരത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന്. പിന്നെ അടൂർ സാറിന്റെ ക്യാമ്പിൽ നിന്ന് മാറി അരവിന്ദേട്ടന്റെ ക്യാമ്പിലേക്ക് അതങ്ങേര് പറഞ്ഞിട്ടുണ്ട്. ആണോ? ബാലനൊക്കെ പിന്നെ അരവിന്ദന്റെ ക്യാമ്പിലാണ് ഇപ്പോൾ. നമുക്കങ്ങനെ ഒരു ക്യാമ്പ് അങ്ങനെ ഇല്ലായിരുന്നില്ലേ. ഞാൻ അടൂരിന്റെ അടുത്താണ് സ്വയംവരം. ആദ്യത്തെ ഒരു പടമുണ്ട്, പിന്നെ പ്രതിസന്ധി, അതിൽ പാട്ടുമുണ്ട്. കൗമാരം കഴിഞ്ഞു കൗതുകങ്ങൾ വിടർന്നു എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്, റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട്. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരു പടം ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷെ നല്ല പടം അത്. പിന്നെ അടൂർ സാറിന്റെ കൂടെ സ്വയംവരം മാത്രം ചെയ്തു? ഇല്ല, സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം, 4 പടം. അതിനുശേഷമാണ് അരവിന്ദേട്ടന്റെ കൂടെ കംപ്ലീറ്റ്. അരവിന്ദേട്ടൻ എല്ലാ പടവും 11 പടവും ഞാൻ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. 11 പടം അദ്ദേഹം ഫീച്ചർ ഫിലിം എടുത്തിട്ടുണ്ട്. 11 പടവും ഞാൻ തന്നെ ചെയ്തു. അവസാനത്തെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആണോ? വാസുഹാരയിൽ അഭിനയിച്ചു. എന്തായാലും രാജു ഈ ഷോയിൽ വന്നതിന് വലിയ ഇതുണ്ട്. ബാലേട്ടനല്ലേ, ബാലേട്ടനെ വേറൊരു ഫേസ് ബാലേട്ടന് കൊടുത്ത ആളാണല്ലോ രാജു. ക്യാമറ അല്ല, ഞാൻ എപ്പോഴും പറയും, ഞാൻ രാജീവനടുത്ത് എപ്പോഴും പറയും, കത്തൊക്കെ എഴുതുമ്പോൾ പറയും, രാജീവ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ച് കിടക്കണം. കാര്യം പറഞ്ഞാൽ പിന്നെ എന്നെ വല്ലവരും വിളിക്കും. അത് ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. രാജീവ് അതിൽ അന്ന് എന്നെ കാസ്റ്റ് ചെയ്തതിൽ ഇപ്പം ഞാൻ വെള്ളം കുടിച്ച് അങ്ങനെ. അപ്പം എന്തായാലും സമാഗമത്തിൽ വന്നതിൽ സന്തോഷം.